കൗരവസഭയിൽ ചൂത് കളിയെ തുടർന്ന് പാഞ്ചാലി ദാസ്യം വന്ന് കൗരവരുടെ അധിക്ഷേപങ്ങൾക്കും അവഹേളനങ്ങൾക്കും അപമാനത്തിനും പാത്രമായി തീരുകയാണ്. മുടിയിൽ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ച് വിവസ്ത്രയാക്കാൻ വേണ്ടി ദുശാസനൻ ശ്രമിക്കുകയാണ്, വസ്ത്രാക്ഷേപം ചെയ്യുകയാണ്. ആ സമയത്ത് നിസ്സഹായ ആയ പാഞ്ചാലി ദ്വാരകാവാസിയായ ഗോവിന്ദനായ അതുപോലെ വിശ്വാത്മാവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ച് കരയുകയും ഭഗവാന്റെ സാന്നിധ്യം ധർമ്മസ്വരൂപമായിട്ട് ആ വസ്ത്രങ്ങളിലൂടെ ദ്രൗപദീ ദേവി അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ സാക്ഷാൽ മായാമാധവൻ ആ മനസ്സിനുയുടെ മാനം കാത്തു. ആ സദസ്യരൊക്കെ തന്നെ അമ്പരന്ന് നിന്നു. അവർക്കത് ഘോരമായ ദർശനമായിരുന്നു. ആളുകൾ ദ്രൗപദിയെ പ്രശംസിച്ചു, ദുശാസനനെ അവർ നിന്ദ ചെയ്തു. പക്ഷേ ആ കൗരവസഭ അത്രയ്ക്ക് കരളുറപ്പുള്ള ആളുകളായിരുന്നില്ല. ദുര്യോധനെ ഭയന്ന് കഴിയുന്നവരായിരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ ദുര്യോധനനെ പ്രശംസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു റോമൻ മോബിൻ്റെ ചാഞ്ചല്യം അവരിൽ കാണാം. റോമ സാമ്രാജ്യത്തിൽ എങ്ങനെ ഉണ്ടായതായി ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ മുതലായ നാടകങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടിക്കടി അഭിപ്രായങ്ങൾ മാറ്റുന്ന ഒരു ആൾക്കൂട്ടം മാത്രമാണ് അവർ. പക്ഷെ തൽക്കാലം അവർ ദുശാസനനെ നിന്ദിച്ചു. ആ ഭീമൻ ഈ ക്രൂരമായ പെരുമാറ്റം കണ്ട്, ദുശാസനന്റെ പെരുമാറ്റം കണ്ട് ക്രോധത്തോടു കൂടി അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ രാജാക്കന്മാരോട് പറയുകയാണ്, ഹേ രാജാക്കന്മാരെ, നിങ്ങളെല്ലാം കേൾക്കുക. ഇതിനു മുമ്പ് ആരും പറയാത്തതും ഇനി ആരും പറയാൻ ഒരുങ്ങാത്തതുമായ ഒരു കാര്യം ഞാനിതാ ഇവിടെ പറയുന്നു. ഇങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞ കാര്യം ചെയ്യാതെ പോവുകയാണെങ്കിൽ എൻ്റെ പിതാമഹന്മാരും പൂർവികന്മാരും നേടിയ സദ്ഗതി ഞാൻ നേടാതെ പോകട്ടെ. ഇനി എന്താണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ കേൾക്കുക. യുദ്ധത്തിൽ കുരുവംശത്തിന് കളങ്കമായ ഈ ദുശാസനൻ, ദുർബുദ്ധിയായ മഹാപാപിയായ ഈ ദുശാസനന്റെ വക്ഷസ് പിളർന്ന്, മാറിടം പിളർന്ന് ഞാൻ ചോര കുടിക്കുന്നതാണ്. ഇതായിരുന്നു ഭീമന്റെ അതിഭീകരമായ പ്രതിജ്ഞ. കേട്ട ആളുകൾക്ക് രോമഹർഷമുണ്ടായി. അവരെല്ലാം തന്നെ ആ പ്രതിജ്ഞയെ പ്രശംസ ചെയ്തു, ദുശാസനനെ നിന്ദിക്കുകയും ചെയ്തു. വസ്ത്രത്തിൻ്റെ ഒരു കൂന ആ സഭയിൽ കൂടിക്കിടക്കുകയാണ്. ദുശാസനൻ തളർന്ന് ലജ്ജിച്ച് ഇരിക്കുന്നു. ആ സമയത്ത് ആളുകൾ പറഞ്ഞു, ദ്രൗപദിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല, കഷ്ടമായി പോയി, ധൃതരാഷ്ട്രർ ചെയ്യുന്നത് നിന്ദ്യമായ കർമ്മമാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ അവിടെ ഉയർന്നു വന്നു. ആ അവസരം നോക്കി വിതുര മഹാശയൻ സദസ്യരോട് പറഞ്ഞു, ദ്രൗപദി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇവിടെ ആരും ഉത്തരം പറഞ്ഞില്ല. വികർണൻ മാത്രമാണ് തൻ്റെ അഭിപ്രായം പറഞ്ഞത്. മറ്റുള്ളവരും അഭിപ്രായം പറഞ്ഞു. സഭയിൽ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയാത്ത ആളുകൾ ആ സഭയിൽ നടക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ പകുതി ഭാഗം നേടുന്നു എന്ന് ഒരു ശാസ്ത്രം പറയുന്നു. തെറ്റായ ഉത്തരം പറയുന്ന ആളുകൾ ആ തെറ്റിൻ്റെ മുഴുവൻ പാപവും ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ പണ്ടൊരു ചരിത്ര കഥയുണ്ട്. പ്രഹ്ലാദൻ്റെ മകനായ വിരോചനനും അതുപോലെ അങ്കിരസിൻ്റെ മകനായ സുധന്വാവ് എന്ന് പറയുന്ന കുമാരനും രണ്ടുപേർക്കും ഒരേ കന്യകയിൽ ആഗ്രഹമുണ്ടായിട്ട് അവർ പരസ്പരം മത്സരിച്ചു. ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചപ്പോൾ ഒടുവിൽ ഈ വിവാദം പ്രഹ്ലാദൻ്റെ മുന്നിലെത്തി. പ്രഹ്ലാദനോട് തീരുമാനം പറയാൻ ആരാഞ്ഞു. അപ്പോൾ ഈ സുധന്വാവ് എന്ന് പറയുന്ന അങ്കിരസിൻ്റെ പുത്രൻ പറഞ്ഞു, പ്രഹ്ലാദ, അങ്ങ് വൃഥാവാദം പറയുകയാണെങ്കിൽ, കള്ളം പറയുകയാണെങ്കിൽ അങ്ങയുടെ ശിരസ് 100 പിളർന്നു പോകും. പ്രഹ്ലാദൻ വലിയ വിഷമവൃത്തത്തിലായി. അദ്ദേഹം കശ്യപന്റെ അടുത്ത് ചെന്ന് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ കശ്യപനും പറഞ്ഞു, അറിഞ്ഞിട്ടും ഉത്തരം നൽകാതിരിക്കുന്നവൻ 1000 വരുണപാശത്താൽ ബന്ധനത്തിലാവുകയാണ് ചെയ്യുക. അതുപോലെ സഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാത്ത ആള് എന്ത് സംഭവിക്കും? കശ്യപൻ പറയുന്നു, അർദ്ധോ ഹരതി വൈ ശ്രേഷ്ഠ പാദോ ഭവതി കർത്തൃഷു പാദശ്ചൈവ സഭാസത്സു ഏന നിന്ദന്തി നിന്ദിതം. ഒരു സഭയിൽ നിന്ദ്യമായ ഒരു കർമ്മം കണ്ടിട്ട് അതിനെതിരായിട്ട് പ്രതികരിക്കാത്ത ഒരു സഭയാണതെങ്കിൽ ആ ചെയ്യപ്പെടുന്ന നിന്ദ്യകർമ്മത്തിൻ്റെ പാപത്തിൻ്റെ പകുതി ഭാഗം ആ സഭയുടെ അധ്യക്ഷനിലാണ് വരിക. ചെയ്ത കുറ്റത്തിൻ്റെ കാൽഭാഗമാണ് ആ കർമ്മം ചെയ്തവനിലേക്ക് പോവുക. അതുപോലെ ആ സദസ്യന്മാർ പ്രതികരിക്കുന്നില്ലെങ്കിൽ കുറ്റത്തിൻ്റെ കാൽഭാഗം അവർക്കും കിട്ടും. ഇതാണ് നിയമം, ഇതാണ് ധർമ്മശാസ്ത്ര നിയമം എന്ന് അദ്ദേഹം പറഞ്ഞു. അല്പം വ്യത്യാസമായിട്ട് വിതുരർ ആദ്യമേ തന്നെ ഈ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് സഭയിൽ ആരും മൗനിയായിട്ടിരിക്കരുത്, അഭിപ്രായങ്ങൾ പറയണം എന്നാണ് വിതുരർ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഈ പ്രഹ്ലാദൻ്റെ കഥയിൽ പ്രഹ്ലാദൻ തിരിച്ചു വന്നിട്ട് സുധന്വാവാണ് ശ്രേഷ്ഠൻ എന്ന് വിധി പറയുകയാണ്.
തൻ്റെ മകൻ്റെ മുന്നിൽ വെച്ചു. അത് കേട്ട് സുധന്വാവ് വളരെ സന്തോഷിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങ് സ്വന്തം മകനോടുള്ള സ്നേഹം മാറ്റിവെച്ചുകൊണ്ട് ധർമ്മം പ്രവർത്തിച്ചുവല്ലോ, അതുകൊണ്ട് അങ്ങയുടെ മകൻ 100 വർഷം ജീവിക്കുമാറാകട്ടെ എന്ന് അനുഗ്രഹം കൊടുത്തു എന്നാണ് കഥ. ഈ കഥയ്ക്ക് ഇവിടെ തത്കാലം ദുഃഖം അനുഭവിക്കുന്ന പാണ്ഡവന്മാർക്കോ അല്ലെങ്കിൽ ദ്രൗപദിക്കോ പ്രത്യേകിച്ച് ഒരു സമാധാനമൊന്നും ഉണ്ടായില്ല. കേവലമായ ശാസ്ത്ര സംവാദം ഇത്തരം സന്ദിഗ്ധ ഘട്ടത്തിൽ ചെയ്തിട്ട് കാര്യമില്ല. പ്രവർത്തിക്കുന്ന കാര്യശേഷിയാണ് അവിടെ കാണിക്കേണ്ടത്, ധർമ്മബോധമാണ് കാണിക്കേണ്ടത്. അത് കാണിക്കാൻ അവിടെ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ആ സമയത്തും ദുശാസനൻ പാഞ്ചാലിയെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. കർണൻ ദുശാസനോട് പറയുന്നു, ദുശാസന, ദാസിയായ കൃഷ്ണയെ നീ നിന്റെ ഭവനത്തിലേക്ക് അകത്തളത്തേക്ക് കൊണ്ടുപോകൂ, ഇതിനെ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. കർണൻ വീണ്ടും മാറ്റം കൊടുക്കുന്നു. ദുശാസനൻ പാഞ്ചാലിയുടെ മുടിയിൽ പിടിച്ച് വീണ്ടും വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ദ്രൗപദി ആ സഭയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ആദ്യമേ ചെയ്യേണ്ടിയിരുന്ന ഒരു കടമ ചെയ്യാൻ മറന്നുപോയി, മഹാജനങ്ങൾ എന്നോട് പൊറുക്കണം. ബലവാനായ ഒരാൾ എന്നെ ബലമായി പിടിച്ചു വലിക്കുന്ന സമയത്ത് ഞാൻ വിഹ്വലയായി പോയതുകൊണ്ട് ധർമ്മം പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാനതാ ചെയ്യുന്നു, ഞാൻ ഈ സഭയെ വണങ്ങുന്നു, ഈ സഭയെ ഞാൻ വന്ദിക്കുന്നു. ഞാൻ വന്ദിക്കാൻ മറന്നുപോയത് എൻ്റെ കുറ്റമല്ല, ആ സമയത്ത് എൻ്റെ അവസ്ഥ അതായിരുന്നു. അതുകൊണ്ട് അത് അപരാധമായി കാണരുതെന്ന് അപേക്ഷിക്കുന്നു. വീണ്ടും ദുശാസന വലിക്കുന്നതിൻ്റെ വേദന അസഹ്യമായതിനാലും അപമാനഭാരത്താലും ദ്രൗപദി ഉറക്കെ കരയുകയാണ്. കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, പണ്ട് വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഞാൻ സർവാലങ്കാര ഭൂഷിതയായിട്ട് ഒരു വലിയ സഭയെ അഭിമുഖീകരിച്ചു, രാജാക്കന്മാരുടെ മുന്നിൽ വന്നു. ഇന്ന് ഞാൻ ഏകവസ്ത്രയായിട്ട് ഈ സഭയെ ഈ രീതിയിൽ അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. വാസ്തവത്തിൽ ഇത് വലിയ ഒരു ദുഃഖമാണ്. ഒരു വായുവിൻ്റെ സ്പർശം പോലും, എന്നെ വായു സ്പർശിക്കുന്നത് പോലും സഹിക്കാത്തവരായ എൻ്റെ ഭർത്താക്കന്മാരായ പാണ്ഡവന്മാരുടെ മുന്നിൽ വെച്ചാണ് ഞാനിപ്പോൾ പരപുരുഷനാൽ ഇങ്ങനെ സ്പർശിക്കപ്പെട്ടത്. ദുശാസനൻ എന്നെ സ്പർശിച്ചിരിക്കുന്നു. ഇത് ധർമ്മമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പുത്രവധുവാണ്, പുത്രിയെപ്പോലെ കണക്കാക്കേണ്ടവളാണ്. ഇങ്ങനെ സഭയിൽ വലിച്ചിഴച്ച് കൊണ്ടുവരാൻ പാടില്ല. കുരുസഭയിൽ കൗരവന്മാരുടെ പാരമ്പര്യത്തിൽ അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് തന്നെ കുരുക്കളുടെ ധർമ്മവിധ ഇവിടെ പാഴിലായി പോവുകയാണ്. ധർമാത്മാവായ ധർമ്മപുത്രൻ സവർണയായ പത്നിയെയാണ് നേടി. ഞാൻ അദ്ദേഹത്തിൻ്റെ സവർണയായ പത്നിയാണ്. ഞാൻ ദാസിയാണോ അദാസിയാണോ, ഞാൻ ജിതയാണോ അജിതയാണോ, ഈ സഭ ഇവിടെ അത് പറയേണ്ടതാണ്, അത് വിധി പറയേണ്ടതാണ്. നിങ്ങൾ വിധി പറയുകയാണെങ്കിൽ ഞാനത് അനുസരിച്ചു കൊള്ളാം, കൃത്യമായിട്ട് വിധി പറയൂ എന്ന് വീണ്ടും പാഞ്ചാലി ആവശ്യപ്പെട്ടപ്പോൾ ഭീഷ്മർ പറയുകയാണ്, അല്ലയോ പാഞ്ചാലി, ധർമ്മത്തിൻ്റെ വഴി എങ്ങനെയുള്ളതാണ്? അത് പരമമായ ഗതിയാണ്. വിദ്വാൻമാർക്ക് പോലും അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല. ഒരു പ്രമാണം ഞാൻ പറയാം. ബലവാംച യഥാ ധർമ്മം ലോകേ പശ്യതി പൗരുഷ സധർമ്മോ ധർമ്മവേളായം ഭവത്യഭിഹാത പരഹ. ഭീഷ്മർ പറയുന്നു, സാധാരണ ലോക സ്വഭാവം എന്താണ്? ബലവാന്മാർ പറയുന്നത് തന്നെ ധർമ്മമായിട്ട് ആളുകൾ പരിഗണിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഇവിടെ പറയുന്നത്. ലോക സ്വഭാവം എന്താണ്? ശക്തിയുള്ളവൻ ചെയ്യുന്നത് എന്താണോ അത് ധർമ്മമാണെന്ന് ആളുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. അതേസമയത്ത് പരമമായ ധർമ്മം, ശരിയായ ധർമ്മം എന്ത് സംഭവിക്കുന്നു? അതിന് സധർമ്മോ ധർമ്മവേളായാം ഭവത്യഭിഹാത പരഹ. ആ ധർമ്മം വേണ്ട സമയത്ത്, പ്രയോഗിക്കേണ്ട സമയത്ത് ശരിയായ ധർമ്മം അടിച്ചമർത്തപ്പെടുകയും ശക്തൻ പറഞ്ഞത് ധർമ്മമായി തീരുകയും ചെയ്യുന്നു എന്ന കാര്യമാണ് ഭീഷ്മർ പറയുന്നത്. ഇവിടെ സൂക്ഷ്മത്വം കൊണ്ടും ഗഹനത്വം കൊണ്ടും കാര്യഗൗരവം കൊണ്ടും ഈ കാര്യത്തിൽ എനിക്ക് തീരുമാനം പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും, ഈ കൗരവ കുലം മുടിയാൻ പോവുകയാണ്. കുരുക്കൾ ലോഭം കൊണ്ടും മോഹം കൊണ്ടും നശിക്കാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഹേ കല്യാണി, പാഞ്ചാലി, നിന്റെ ഭർത്താക്കന്മാർ കുലീന്മാരാണ്. ഏത് വിഷമസന്ധിയിലും വ്യസനത്തിലും ധർമ്മം കൈവിടാത്ത ആളുകളാണ്. അതുപോലെ പാഞ്ചാലി, നീയും വിഷമസന്ധിയിൽ പോലും ധർമ്മത്തിലാണ് ശ്രദ്ധ. നിന്റെ ശ്രദ്ധ നിന്റെ ശരീരത്തിലല്ല, നിന്റെ ദുഃഖത്തിലല്ല, നിന്റെ ശ്രദ്ധ മുഴുവൻ നിന്റെ ധർമാനുഷ്ഠാനത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ധർമ്മം അറിയുന്ന ദ്രോണരും മുതലായിട്ട് ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവർ ശൂന്യത്തിലായിട്ട്, ചേതനയറ്റവരായിട്ട് തലതാഴ്ച നിൽക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ അവർക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല. ഇവിടെ തീരുമാനമെടുക്കേണ്ടത്, നിർണയം പറയേണ്ടത്, പ്രമാണമായിട്ടുള്ളത് യുധിഷ്ഠിരൻ്റെ വാക്കുകളാണ്. നീ ജിതയാണോ, ജയിക്കപ്പെട്ടവളാണോ, ജയിക്കപ്പെടാത്തവളാണോ എന്ന് തീരുമാനം പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഇത് കേട്ട് മറ്റു രാജാക്കന്മാരൊക്കെ തന്നെ ദുര്യോധനനെ ഭയന്ന് അഭിപ്രായങ്ങൾ പറയാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നു. ദുര്യോധനൻ വളരെ ദുഷ്ടനാക്കോട് കൂടിയിട്ട് ദ്രൗപദിയോട് പറയുകയാണ്, ദ്രൗപദി, ഭീമാർജുനന്മാരും നകുല സഹദേവന്മാരും 4 പേരും യുധിഷ്ഠിരനെ തള്ളിപ്പറയുകയാണെങ്കിൽ, യുധിഷ്ഠിരൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ ദാസ്യത്വത്തിൽ നിന്നും മുക്തയാക്കാം, സ്വതന്ത്രയാക്കാം എന്ന് പറയുന്നു. യുധിഷ്ഠിരൻ ചെയ്തത് തെറ്റാണ് 4 പേര് പറയുകയാണെങ്കിൽ ഈ ഭ്രാതാക്കളിൽ സഹോദരന്മാരിൽ വലിയ ഭിന്നിപ്പുണ്ടാകും. ആ ഭിന്നിപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവരെ തകർക്കാമെന്നാണ് ദുര്യോധനൻ്റെ വ്യാമോഹം. നോക്കുക ദുര്യോധനൻ്റെ ദുഷ്ടബുദ്ധി.
പക്ഷേ അത് കേട്ടുന്ന രാജാക്കന്മാർ അതിൻ്റെ ശരിയായ ആ ദുഷ്ടവാക്ക് എന്താണെന്ന് മനസ്സിലാക്കിയില്ല. ഇവിടെ 4 സഹോദരന്മാരും യുധിഷ്ഠിരനെ തള്ളി പറയുകയാണെങ്കിൽ പിന്നെ അവിടെ പാഞ്ചാലിയുടെ ദാസ്യം ദുര്യോധനൻ മോചിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം അവർ തൻ്റെ പരാക്രമം കൊണ്ട്, തൻ്റെ ബാഹുബലം കൊണ്ട് തന്നെ ദ്രൗപദിയെ മോചിപ്പിച്ച് കൊണ്ടുപോകാൻ അവർ പ്രാപ്തരാണ്. ദുര്യോധനൻ്റെ കാരുണ്യം അവിടെ ആവശ്യമില്ല. പക്ഷെ ദുര്യോധനൻ പറഞ്ഞത് എന്തോ വലിയ ധർമ്മമാണ് എന്ന ഒരു വിശ്വാസത്തിൽ, അങ്ങനെയുള്ള ഒരു ബോധം വന്നിട്ട് അവിടെയുള്ള രാജാക്കന്മാർ മഹത്തരം, ശ്രേഷ്ഠം എന്നിങ്ങനെ ദുര്യോധനെ പ്രശംസിക്കുകയാണ് ചെയ്തത്. എത്ര പെട്ടെന്നാണ് ആ സദസ്യരുടെ അഭിപ്രായങ്ങൾ മാറി മറിഞ്ഞ് വരുന്നത് എന്ന് നോക്കുക. പക്ഷേ ദുര്യോധനൻ്റെ ഈ ചതിയിൽ, ഈ കുഴിച്ച കുഴിയിലൊന്നും 4 സഹോദരന്മാരും ഭീമാർജുന നകുല സഹദേവന്മാർ വീഴാൻ കൂട്ടാക്കിയില്ല. ഭീമൻ തൻ്റെ സുന്ദരമായ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ധർമ്മരാജൻ, മഹാമനസ്സിയായിരിക്കുന്ന ധർമ്മരാജാവ്, അദ്ദേഹം ഞങ്ങൾക്ക് ഗുരുവാണ്, ഞങ്ങൾക്ക് പിതൃസമാനനാണ്. അദ്ദേഹം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് ഗുരു അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഞങ്ങൾ സഹിക്കുമായിരുന്നില്ല. ഞങ്ങളുടെ പുണ്യം, തപസ്, പ്രാണൻ ഇവയ്ക്കൊക്കെ ഇദ്ദേഹം അധികാരിയാണ്. ഇദ്ദേഹം പണയം വെച്ചതിനാലാണ് ഞങ്ങൾ പരാധീനരായി തീർന്നിരിക്കുന്നത്. അങ്ങനെ പരാധീനരല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് അധികാരമില്ലായിരുന്നുവെങ്കിൽ, ഞങ്ങൾ ഈ പാഞ്ചാലിയുടെ മുടി പിടിച്ച് വലിച്ചിഴക്കുന്നത് ഞാൻ സഹിക്കുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, എൻ്റെ ഈ കൈകൾ നോക്കൂ, എൻ്റെ ഈ ഇരുമ്പുരക്ക പോലുള്ള, പരിഘം പോലെയുള്ള എൻ്റെ ഈ കൈകൾ അതിനെതിരെ പ്രവർത്തിക്കുമായിരുന്നു. ഈ കൈകൾക്കിടയിൽപ്പെട്ട് ദുശാസൻ എന്നല്ല, ശതകൃതമായ ഇന്ദ്രന് പോലും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുകയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്, ഞാൻ എൻ്റെ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠ ഭ്രാതാവിന് അധീരനായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹം എൻ്റെ ഗുരു ആയതുകൊണ്ടാണ്. ധർമ്മപാശത്താൽ ഞാൻ ബന്ധനസ്ഥനാണ്. അർജുനൻ തടഞ്ഞതുകൊണ്ടും ഞാൻ വലിയ സങ്കടത്തിലായി തീർന്നിരിക്കുകയാണ്. ധർമ്മരാജാവ് ഒന്ന് അനുവദിച്ചാൽ ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ സിംഹം ക്ഷുദ്രമൃഗങ്ങളെ എന്ന പോലെ ഞാൻ ഇപ്പോൾ തന്നെ വകവരുത്തുന്നതാണ്. അവരെ ഞാൻ ചതച്ചരക്കുമായിരുന്നു. നിഷ്പിഷേയം എന്നാണ് ഭീമൻ പറയുന്നത്. അത് കേട്ട് ഭീഷ്മരും ദ്രോണരും വിതുരരും പറഞ്ഞു, ഭീമ, നിനക്കത് സാധിക്കും, പക്ഷേ നീ ക്ഷമിക്കൂ എന്ന് ഭീഷ്മ, ദ്രോണ, വിതുരന്മാർ അവിടെ വെച്ച് പറയുകയാണ്. അത് കൂട്ടാകാതെ കർണൻ പറഞ്ഞു, 3 ആളുകൾ അസ്വതന്ത്രരാണ്, ദാസന്മാർ, പുത്രന്മാർ, അതുപോലെ അസ്വതന്ത്രകളായ സ്ത്രീകൾ. നിർധനനായ ദാസന്റെ പത്നിയും ദാസി തന്നെയാണ്. ആ ദാസന്റെ ഉടമയ്ക്ക് അധീനയായിട്ടിരിക്കേണ്ടവളാണ്. അതുകൊണ്ട് അല്ലയോ രാജപുത്രി പാഞ്ചാലി, നീ ഈ ദുര്യോധന മഹാരാജാവിനെ സേവിക്കൂ. നീ പാർത്ഥന്മാർ ഇനി നിനക്ക് സ്വാമിമാരല്ല, നിന്റെ സ്വാമി ദുര്യോധനനാണ്. ഈ ദുര്യോധനന്റെ ദാസിയായി ഇരുന്നുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഇനി അന്യപുരുഷന്മാരെ ഭർത്താക്കന്മാരായി സ്വീകരിക്കാം. ദാസീധർമ്മം അതാണ്. ദാസിമാർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നീ ഇഷ്ടമുള്ള മറ്റു ഭർത്താക്കന്മാരെ സ്വീകരിച്ചുകൊള്ളൂ. ഭീമാർജുനന്മാരൊക്കെ തന്നെ നിന്നെ കൈയൊഴിഞ്ഞു, നിന്നെ അവർ പണയം വെച്ച് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അവർക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ പരാക്രമത്തെ വിട്ടു, പൗരുഷത്തെ വിട്ടുകൊണ്ട് അവർ ചൂതുകളിയിൽ ഭ്രമം വന്ന് സ്വന്തം പത്നിയെ, നിന്നെ ഇവിടെ പണയം വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ദ്രൗപദി വീണ്ടും അധിക്ഷേപിക്കുമ്പോൾ അമർഷം കൊണ്ട് ഭീമൻ ദുഃഖം കൊണ്ട് ദീർഘനിശ്വാസങ്ങൾ പൊഴിച്ചുകൊണ്ട് പറഞ്ഞു, ധർമ്മപാശത്താൽ ബന്ധനസ്ഥനായതിനാൽ അദ്ദേഹം യുധിഷ്ഠിരനെ ദഹിപ്പിക്കുമാറ് നോക്കിക്കൊണ്ട് പറഞ്ഞു, രാജാവേ, ഞാൻ ഈ സൂതപുത്രനോട് മറുപടി പറയുന്നില്ല, അവനോട് കോപിക്കുന്നുമില്ല. കാരണം അവൻ പറഞ്ഞത് ദാസധർമ്മമാണ് പറഞ്ഞത്, തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങ് ദ്രൗപദിയെ പണയം വെച്ചില്ലായിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് ദുര്യോധനൻ മിണ്ടാതിരിക്കുന്ന യുധിഷ്ഠിരനോട് പറഞ്ഞു, അല്ലയോ രാജാവേ യുധിഷ്ഠിര, ഭീമാർജുന യമന്മാർ അങ്ങക്ക് അധീനന്മാരാണ് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ പാഞ്ചാലിയുടെ ചോദ്യത്തിന് അങ്ങ് തന്നെ ഉത്തരം പറയൂ, ഇവൾ ജിതയാണോ അജിതയാണോ? ഇത് പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ മറുപടിക്ക് താക്കാതെ നിഗൂഢമായി പാഞ്ചാലിയെ നോക്കി ചിരിക്കുകയും തൻ്റെ വസ്ത്രം പൊക്കി കാണിക്കുകയും ചെയ്തു. നോക്കൂ, എത്ര ക്രൂരവും എത്ര നികൃഷ്ടവുമായ പെരുമാറ്റമാണ് ഒരു വലിയ സഭയിൽ വെച്ച് ഒരു പട്ടമഹിഷിയായ റാണിയോട്, ഒരു സ്ത്രീയോട് ദുര്യോധനൻ ചെയ്തത് നോക്കുക. തൻ്റെ വസ്ത്രം ഉയർത്തി തുണി പൊക്കി കാണിക്കുകയാണ്. എന്നിട്ട് തൻ്റെ ഇടത് തുട പാഞ്ചാലി കാണുമാറ് പൊക്കി കാണിച്ചുകൊണ്ട് നിഗൂഢമായി ചിരിച്ച്, അർത്ഥഗർഭമായി ചിരിച്ച് പാഞ്ചാലിയെ വീണ്ടും അവഹേളിച്ചു. അത് കേട്ട് രോഷാകുലനായിട്ട് തീപ്പാറുന്ന കണ്ണുകളോട് കൂടിയിട്ട് ഭീമൻ വീണ്ടും ആ സഭയോട് പറഞ്ഞു, പിതൃക്കളോടൊപ്പം ഞാൻ പുണ്യലോകങ്ങൾ കിട്ടാത്തവനായി പോകട്ടെ. ഞാൻ എൻ്റെ വാക്ക് തെറ്റുകയാണെങ്കിൽ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, ഇവൻ്റെ ഈ തുട തന്നെ ഞാൻ ഒരു മഹായുദ്ധത്തിൽ വെച്ച് തല്ലി തകർക്കുന്നതാണ്, ഭേദിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും തീ പാറി, ഓരോ രോമത്തിൽ നിന്നും തീ പാറുന്നതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. ആ പ്രതിജ്ഞ കേട്ട് വിതുരർ പറഞ്ഞു, കൗരവരെ, ഭീമസേനൻ ഉണ്ടാക്കി വെച്ച ഈ ഭയം, ഭീമസേനനിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ ഈ ഭയം ആലോചിച്ച് നോക്കൂ. ഇത് നിങ്ങളുടെ പ്രാരബ്ധമാണ്.
നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുകയില്ല. ഇവിടെ നടന്നത് അന്യായമായതുകൊണ്ടാണ് ഈ പ്രാരബ്ധം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. എന്നിട്ട് അന്യായം പ്രവർത്തിച്ചെന്ന് മാത്രമല്ല, ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ വിവാദമുണ്ടാക്കുകയാണ്. അവൾ ഇവിടെ വലിച്ചെടുക്കപ്പെടേണ്ടവളല്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉന്നയിക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ യോഗക്ഷേമങ്ങൾ, നിങ്ങളുടെ എല്ലാ ഐശ്വര്യവും ഇത് നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ ഓരോ മന്ത്രണവും പാപപൂർണമാണ് എന്ന് വിതുരർ വീണ്ടും പറഞ്ഞു. അവനവനിൽ അധികാരം നഷ്ടപ്പെട്ടവൻ എങ്ങനെയാണ് മറ്റൊരാളെ പണയം വയ്ക്കുക? അതൊരു വലിയ ചോദ്യമാണ്. ഗാന്ധാര രാജാവിൻ്റെ വാക്ക് കേട്ട് കുരുക്കൾ എന്തിനാണ് ധർമ്മം ഉപേക്ഷിക്കുന്നത്? ഏതോ നാട്ടിൽ നിന്ന് വന്ന ആളാണ് ഈ ഗാന്ധാര രാജാവ്. അയാളുടെ വാക്ക് കേട്ട് കുരുക്കൾ അവരുടെ ധർമ്മം എന്തിന് ഉപേക്ഷിക്കുന്നു എന്ന് വിതുരർ ചോദിച്ചു. ദുര്യോധനൻ വീണ്ടും പാണ്ഡവന്മാരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉറച്ചു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യാജ്ഞസേനി, ഭീമാർജുന യമന്മാർ പറയുന്നത് ഞാൻ അനുസരിച്ചു കൊള്ളാം. യുധിഷ്ഠിരൻ അനധികാരിയാണ്, അധികാരി അല്ല എന്ന് ഇവർ പ്രഖ്യാപിക്കട്ടെ. അത് കേട്ട് അർജുനൻ പറഞ്ഞു, രാജാവ് ആദ്യം അധികാരി ആയിരുന്നു. പക്ഷെ പിന്നീട് ഈ കുന്തിപുത്രൻ, ഈ രാജാവ് ചൂതിൽ പരാജയപ്പെട്ട ശേഷം അദ്ദേഹം ഏതിലാണ് അധികാരി ആയിരിക്കുന്നത് എന്ന് ഈ കുരുസഭയിലുള്ള കൗരവന്മാർ പറയട്ടെ എന്ന് അർജുനൻ പ്രഖ്യാപിച്ചപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു വലിയ ശബ്ദകോലാഹലമുണ്ടായി. എന്താണ്? ധൃതരാഷ്ട്രരുടെ ഗൃഹത്തിൽ അഗ്നിഹോത്രം ചെയ്യുന്ന അഗ്നിശാലയിൽ, നിത്യേന അഗ്നിഹോത്രം ചെയ്യുന്ന അഗ്നിശാലയിൽ, അവിടെ അത് പരിശുദ്ധമായ ഒരു സ്ഥലമാണ്, യാഗശാലയാണ്. അവിടെ ഒരു കുറുക്കൻ കയറി ചെന്ന് ഉറക്കെ ഓരിയിടാൻ തുടങ്ങി. കുറുക്കൻ്റെ ഓരിയിടൽ കേട്ട് അതിൻ്റെ ഒരു മറുപടി എന്നോണം ഒരു കഴുതയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടു. പിന്നീട് ക്രൂരന്മാരായ അനേകം പക്ഷികളുടെ ഘോരമായ ശബ്ദവും കേട്ടു. ദുർനിമിത്തങ്ങൾ കേട്ട് തത്വജ്ഞാനിയായ വിതുരരും സുബലപുത്രിയായ ഗാന്ധാരിയും ഭീഷ്മരും ദ്രോണരും കൃപരും ഭയന്ന് വിഹുലരായിട്ട് സ്വസ്തി സ്വസ്തി എന്ന് പറഞ്ഞ് മംഗളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഈ ഘോരമായ നിമിത്തങ്ങളെ കണ്ട ഗാന്ധാരിയും വിതുരരും ധൃതരാഷ്ട്ര രാജാവിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് കരഞ്ഞ് അപേക്ഷിച്ചു. നിവേദയാമാസതു ആർത്തവൽ തഥാ. ദുഃഖിതരായിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാജാവേ, ഇതിന് പരിഹാരം കാണും, ഇല്ലെങ്കിൽ ഈ കുലം മുടിഞ്ഞു പോകും. ധൃതരാഷ്ട്രർ പറഞ്ഞു, മന്ദബുദ്ധിയായ ഹേ ദുര്യോധന, ദുർവിനീത, നിന്റെ കഥ കഴിഞ്ഞു മകനെ. നീ മഹാത്മാക്കളായ കുരുക്കരുടെ സഭയിൽ വെച്ച് ഒരു സ്ത്രീയെ ഇങ്ങനെ അവഹേളിച്ച് സംസാരിച്ചുവല്ലോ, അതും ധർമ്മപത്നിയായ ഈ പാഞ്ചാലിയെ എന്ന് പറഞ്ഞ് ദുര്യോധനെ ഒരു ചടങ്ങിനെന്ന വണ്ണം അദ്ദേഹത്തെ നിന്ദിച്ച് സംസാരിച്ചു, തള്ളിപ്പറഞ്ഞു. മഹാബുദ്ധിമാനായ ധൃതരാഷ്ട്രർ തൻ്റെ ബന്ധുക്കളുടെ ഹിതമോർത്തുകൊണ്ട് പാഞ്ചാലിയോട് പറഞ്ഞു, പാഞ്ചാലി, എൻ്റെ പുത്രവധുക്കളിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടവൾ നീയാണ്. നീ എന്നോട് വരം ചോദിക്കൂ, ഞാൻ നിനക്ക് വരം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പാഞ്ചാലി പറഞ്ഞു, അങ്ങ് തരികയാണെങ്കിൽ ഞാൻ വരം സ്വീകരിക്കാം. വരമായിട്ടുള്ള എന്താണ്? ശ്രീമാനും ധർമാത്മാവുമായിട്ടുള്ള യുധിഷ്ഠിരൻ അദാസനാകട്ടെ, ദാസത്വം പോയി സ്വതന്ത്രനാകട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ മകനായ പ്രതിവിന്ധ്യൻ ദാസീപുത്രനാണ് എന്ന് ആളുകൾ പറയാതിരിക്കട്ടെ. അത് കേട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, അത് തന്നിരിക്കുന്നു കല്യാണി, നീ ഒന്നിലധികം വരം വാങ്ങാൻ അർഹിക്കുന്നവളാണ്, ഇനി ഞാൻ വരം തരാം, നീ ചോദിക്കൂ എന്ന് പറഞ്ഞു. പാഞ്ചാലി പറഞ്ഞു, രഥത്തോടും ധനുസ്സോടും കൂടിയിട്ട് ഭീമാർജുനന്മാരും യമന്മാരും ഈ 4 പേരും സ്വതന്ത്രരാകണം. ധൃതരാഷ്ട്രർ പറഞ്ഞു, അത് ഞാൻ തന്നിരിക്കുന്നു. മൂന്നാമത് നീ വരം ചോദിക്കൂ. നന്ദിനി, നീ എൻ്റെ വധുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയായ പെൺകുട്ടിയാണ്, നീ ധർമ്മചാരിണിയുമാണ്, ഇനിയും ഞാൻ വരം തരാം, നീ ചോദിക്കൂ എന്ന് പറഞ്ഞു. പാഞ്ചാലി പറഞ്ഞു, രാജാവേ, ലോഭം ധർമ്മത്തെ നശിപ്പിക്കും. അതുകൊണ്ട് മൂന്നാമതൊരു വരം വാങ്ങാൻ എനിക്ക് പാടില്ല, ഞാൻ ചെയ്യുകയില്ല. എനിക്ക് ലോഭമില്ല, 2 വരങ്ങൾ എനിക്ക് മതിയാകും. ആ വരം കൊണ്ട് തന്നെ എൻ്റെ ഈ ഭർത്താക്കന്മാർ കഴിവുള്ളവരാണ്. അവർ സ്വന്തം പുണ്യം കൊണ്ട് ബാക്കിയെല്ലാം നേടിക്കൊള്ളും. അവർ ഇപ്പോൾ ദാസത്വത്തിൽ നിന്ന് മുക്തരായി. ഇനി പുണ്യം ആർജിച്ച് പുണ്യകർമ്മങ്ങളെ കൊണ്ട് അവരെല്ലാം നേടിക്കൊള്ളും എന്ന് പറഞ്ഞ് പാഞ്ചാലി തൻ്റെ ധർമ്മബോധം കൊണ്ടും അവസരോചിതമായ പെരുമാറ്റം കൊണ്ടും ആ സഭയെ ജയിച്ചു. ഒരു സ്ത്രീ, ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി നമുക്ക് പാഞ്ചാലിയിൽ കാണാൻ സാധിക്കും. അവസരോചിതമായ പെരുമാറ്റം, ആദരവോടുകൂടി ഗുരുക്കന്മാരോടുള്ള ആ പാഞ്ചാലിയുടെ പെരുമാറ്റം, അതോടൊപ്പം തനിക്ക് വന്ന ഈ വിഷാദസന്ധിയിലും ഈ സന്ദിഗ്ധ ഘട്ടത്തിലും വിഷമസന്ധിയിലും പ്രതിസന്ധിയിലും ധർമ്മബോധം ഒരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത പാഞ്ചാലി എന്ന് പറയുന്ന ആ മനസ്സിനിയുടെ ഉദാത്തമായ ചിത്രം നമുക്ക് വ്യാസൻ വരച്ച് കാണിച്ചു തരികയാണ്. അങ്ങനെ ആ പാഞ്ചാലിയുടെ ആ മനസാന്നിധ്യം കൊണ്ട് പാണ്ഡവന്മാർ 5 പേരും മോചിതരായിത്തീരുന്ന കാഴ്ച നമ്മൾ കാണും.